ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോഴും ഏറ്റവും റീസെൻ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റിൻ്റെ ക്രാഷ് അല്ലേ. എയർ ഇന്ത്യ ഫ്ലൈറ്റ് 171 ക്രാഷ് വളരെ ദാരുണമായിരുന്നു. നമ്മൾക്ക് അതിൻ്റെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ ഒരു ഷോക്കിൽ നമുക്ക് ആർക്കും വിട്ടുപോകാൻ വന്നിട്ടില്ല. ഏകദേശം 240 കൂടുതൽ ആൾക്കാർ ഫ്ലൈറ്റിലുള്ളതും പിന്നെ ഹോസ്റ്റലുള്ളതുമായിട്ട് മെഡിക്കൽ സ്റ്റുഡൻസ് അവരെയൊക്കെ നമ്മുടെ മനസ്സിൽ ഒന്ന് ഭാവനയിൽ കാണുവാൻ കഴിയാത്ത രീതിയിലുള്ള ദാരുണമായ അന്ത്യവും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ആ ദുരന്ത സ്ഥലത്തെ ഗുജറാത്തിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു. ഇനി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണം. എന്താണ് പ്രശ്നം, ഏതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നറിയണം. എന്തു വന്നാലും ആ ഫ്ലൈറ്റിലുള്ള രമേശ് വിശ്വാസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം വേദന എന്തെന്ന് പോലും അറിയുവാൻ കഴിയാത്ത ഞൊടിയുടെ സമയം കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അവർ ജീവനെ വെടിഞ്ഞു. വെറുതെ ജീവനെ വെടിഞ്ഞെന്ന് പറഞ്ഞവർ കത്തിക്കരിഞ്ഞു പോയി. നമ്മൾ ഈ സംഭവിച്ചതിൻ്റെ ആദ്യ വീഡിയോ നമുക്ക് ഈ ഫ്ലൈറ്റിന് എന്ത് സംഭവിച്ചു എന്നിവ കാണുവാൻ സാധിച്ചതിന് വലിയൊരു കാര്യമാണ്, വലിയൊരു സഹായമാണ്, ഭാഗ്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വലിയൊരു സഹായമാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾക്കും വാർത്താ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും എല്ലാം നമുക്ക് ഈ സംഭവം കാണുവാൻ സാധിച്ചു. ആ വീഡിയോ പകർത്തിയത് ആരെന്ന് ഒരു അന്വേഷണമായിരുന്നു. അങ്ങനെ ഒരു 17കാരനിലേക്ക് ആര്യൻ അൻസാരി എന്ന് പറയുന്നൊരു പയ്യനാണ് ആ വീഡിയോ പകർത്തിയത്. അവനെ അന്വേഷിച്ച് കണ്ടെത്തി, അവൻ്റെ ഫോട്ടോ കിട്ടി. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലുള്ള ഫോട്ടോസിലൂടെ വീഡിയോസിലൂടെയൊക്കെ കണ്ടു കാണും. അവനൊരു 17കാരനാണ് പയ്യനാണ് ഈ വീഡിയോ പകർത്തിയത്. അതുകൊണ്ട് നമുക്കത് കാണാൻ കഴിയും. ഈ ദുരന്തം സംഭവിക്കുമെന്നോ ഇങ്ങനെയെല്ലാം ആയി തീരുമെന്നോ ഒന്നും ഓർത്തല്ല അഹമ്മദാബാദിലെ വിമാന ദുരന്തം പകർത്തിയ ആര്യന് ഇങ്ങനെ മാധ്യമ വിലക്കുണ്ടായിരിക്കുകയാണ്. ആര്യനെ നാട്ടിലേക്ക് പറഞ്ഞോട്ട് ഈ പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ പ്രതികരിച്ചവരുണ്ട്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ എല്ലാം കമൻറ്റിട്ട് പ്രതികരിക്കുന്നവരുണ്ട്. അതെന്താണെന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. ആരിനും യാതൊരു ദോഷവും സംഭവിച്ചതല്ല. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച എയർ ഇന്ത്യ വിമാനാപകടത്തിൻ്റെ വീഡിയോ ചിത്രീകരിച്ച ആര്യൻ അൻസാരിക്ക് മാധ്യമങ്ങളെ കാണുന്നതിനാണ് വിലക്ക്. പോലീസിന് മുമ്പിൽ സാക്ഷിയായി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് മാധ്യമങ്ങളെ കാണരുതെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആര്യനെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടതായിട്ടും ഇദ്ദേഹത്തിൻ്റെ സമീപവാസികൾ പറയുന്നു. ആര്യൻ പകർത്തിയ വീഡിയോ സാമൂഹിക മാധ്യമങ്ങൾ വേഗത്തിൽ പ്രചരിക്കുകയായിരുന്നു. വിമാനത്തിൻ്റെ അവസാന നിമിഷങ്ങൾ പകർത്തിയത് തുടരന്വേഷണത്തിന് ഒരു പ്രധാന തെളിവായി മാറുകയും ചെയ്തു. ഫോണിൽ ചിത്രീകരണം തുടങ്ങി 24 സെക്കൻഡിൽ അഹമ്മദാബാദ് ലണ്ടൻ വിമാനം ഗതിമാറി അടുത്തുള്ള മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഒരു കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുന്നതും തീപിടിക്കുകയും ചെയ്യുന്നത് ദൃശ്യത്തിൽ കാണാം. ആ ദൃശ്യം പകർത്തി 24 സെക്കൻഡിനുള്ളിൽ വിമാനം തകർന്നു വീണു. ആര്യൻ പറയുന്നത്, എനിക്ക് ഭയം തോന്നി. വീഡിയോ ആദ്യം കണ്ടത് സഹോദരിയാണ്, പിന്നീട് പിതാവിനെ അറിയിച്ചു. വിമാനം തകരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആര്യൻ പോലീസിനെ നൽകിയ മൊഴിയിൽ പറയുന്നതാണിത്. അപകടം നടന്ന ദിവസം 12:30 ഓംകാർ നഗറിലെ കെട്ടിടത്തിൽ ആര്യൻ മുറിയെടുത്തത്. അവിടെ വെച്ച് സഹോദരിയെയും അച്ഛനെയും കാണിക്കാൻ പകർത്തിയ കാഴ്ചയാണ് ലോകത്തെ ഞെട്ടിച്ചത്. ആരവല്ലി ജില്ലയിലെ സമാലാജി ഗ്രാമമാണ് സ്വദേശം. വിമാനം കത്തുന്നത് കണ്ട ആര്യൻ അഹമ്മദാബാദ് മെട്രോയിൽ ജോലി ചെയ്യുന്ന സൈനികനായിട്ട് വിരമിച്ച പിതാവിനെ വിളിച്ചു പറഞ്ഞു. മൊഴി പോലീസ് രേഖപ്പെടുത്തിയ ശേഷം ആര്യൻ ഓംകാർ നഗറിലേക്ക് മടങ്ങിയെത്തിയില്ല. ജനശ്രദ്ധയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ആര്യൻ ഗ്രാമത്തിലേക്ക് പോയി എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ആര്യന് മാധ്യമ വിലക്ക് എന്ന് കാണുമ്പോൾ ന്യൂസ് ശ്രദ്ധിച്ച് വായിക്കാതെ കമൻ്റ് ഇടരുതേ. ഇത് ഈ പയ്യനെ ബന്ധപ്പെട്ട് മാധ്യമ വിചാരം ചെയ്യുവാൻ മാധ്യമങ്ങൾക്കാണ് വിലക്ക് കൊടുത്തിരിക്കുന്നത്. ചെറിയ കുട്ടിയിൽ അവനോട് ചെന്ന് പല വാർത്താ മീഡിയാസ് ചെന്നിട്ട് അവന് ചോദിക്കും. അപ്പോൾ ഈ കുട്ടി പ്ലസ് ടുവിനുള്ള പുസ്തകം വാങ്ങാനായിട്ടാണ് അവിടെ എത്തിയത്. എന്നും മെട്രോയിൽ ജോലി ചെയ്യുന്ന പിതാവിൻ്റെ വാടകമുറിയുടെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരു കൗതുകത്തിനെടുത്ത വീഡിയോ ആയിരുന്നു അത് എന്നാണ് കേൾക്കുന്നത്. പിതാവിൻ്റെ സാന്നിധ്യത്തിന് മകൻ്റെ മൊഴിയെടുക്കുകയും കുട്ടി നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു എന്ന വാർത്തയാണ് ഇന്നലെ വായിച്ചു കണ്ടത്. അപ്പം പെട്ടെന്ന് ഈ ഹെഡിങ് ഒക്കെ കാണുമ്പം നമ്മളങ്ങ് വികാരഭരിതരാകും. ആര്യന് മാധ്യമ വിലക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആര്യന് എന്തിനാണ് മാധ്യമ വിലക്ക് കൊടുത്തത്, അവന് ഉപകാരം ചെയ്ത്. സ്വാഭാവികമായിട്ട് ഞാനും ആദ്യം അങ്ങനെ ഒരു തലക്കെട്ട് കണ്ടപ്പോൾ ഇങ്ങനെ ചിന്തിച്ചത്, ഒരാൾ ഉപകാരം ചെയ്യുമ്പോഴേക്കും ആ ആൾക്കാണല്ലോ ഉപദ്രവം മുഴുവൻ. ആ കുട്ടിയുടെ വീഡിയോ കാരണമല്ലേ ഈ ലോകമെങ്ങും ഈ വാർത്ത കണ്ടത് എന്നെല്ലാം ഞാൻ ചിന്തിച്ചു പോയി.
പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ആര്യന് മാധ്യമ വിലക്കെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ നിന്ന് ആര്യനെ വിലക്കി, അഥവാ മാധ്യമങ്ങളെ ആര്യനെ ചെന്ന് ഇൻ്റർവ്യൂ ചെയ്യരുത് എന്ന് വിലക്കിയിരിക്കുന്നു. കാരണം പോലീസ് ശരിയായ വിവരങ്ങൾ ആ കുട്ടിയിൽ നിന്ന് അന്വേഷിച്ച് അതിൻ്റെ അധികാരികളെല്ലാം വേണ്ടുന്ന വിവരം ശരിയായ രീതിയിൽ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം അത് പബ്ലിഷ് ചെയ്യും. അതിന് മുമ്പ് ചെന്ന് ഫസ്റ്റ് റീച്ചിന് വേണ്ടി ഓരോ മീഡിയാസും ചെന്ന് ചോദിക്കുന്നു. ഓരോരുത്തർ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വാർത്തകൾ പറഞ്ഞു വിടുന്നില്ലെങ്കിൽ അവർക്ക് മനസ്സിലായതുപോലെ പറഞ്ഞു വിടുന്നു, യൂട്യൂബ് ചാനലുകൾ ചെല്ലുന്നു, ഇതൊക്കെ ഉണ്ടാകാം. ഇപ്പം നമുക്ക് രമേശ് ബിശ്വാസ് എന്ന് പറയുന്ന ആ വ്യക്തി ഒറ്റയാളാണ് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ വ്യക്തിയുടെ വീഡിയോ ന്യൂസ് തന്നെ പറയുമ്പോൾ പലരും പറയുന്നുണ്ട് പിന്നെ ഇയാളെടുത്ത് ചാടിയതാണ്, രമേശ് ബിശ്വാസ് എമർജൻസി എക്സിറ്റിലൂടെ എടുത്ത് ചാടിയതാണ് എന്ന് പറയുന്നത്. പലരും അങ്ങനെയാണ് പറയുന്നത്. ഇന്നലെ ടി വിയിലുണ്ടായിരുന്നൊരു ന്യൂസ് ചാനലിൽ കൂടെ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, രമേശ് ബിശ്വാസ് എമർജൻസി എക്സിറ്റിലൂടെ എടുത്ത് ചാടിയെന്നാണ്. പക്ഷേ രമേശ് ബിശ്വാസ് തന്നെ സംസാരിക്കുന്നൊരു വീഡിയോ കണ്ടു. രമേശ് ബിശ്വാസ് തന്നെ പറയുന്നത് ഞാൻ എടുത്ത് ചാടിയതല്ല, ആ പ്ലെയിൻ രണ്ടായി പിളരുകയും രമേശ് ബിശ്വാസ് തുറച്ച് വീഴുകയും ചെയ്തു. എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്തു. താൻ ഈ ഫ്ലൈറ്റിനകത്ത് എന്തൊക്കെ പ്രശ്നം കണ്ടപ്പോൾ സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റിയിരുന്നു. പിന്നീട് എമർജൻസി എക്സിറ്റ് ഓപ്പണായി, അതിലൂടെ ഇയാൾ തെറിച്ച് വീഴുക ചെയ്തതെന്ന്. ഒരിക്കലും അയാൾ എടുത്ത് ചാടിയതല്ല, അയാൾ പുറത്തേക്ക് തെറിച്ച് വീണെടുത്തിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു പോയി. അതേ സമയം തന്നെ ഫ്ലൈറ്റ് കത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന വാർത്തകൾ, ഇതിലും ഇപ്പം ഞാൻ പറഞ്ഞതിലും എത്രത്തോളം സൂക്ഷ്മതയുണ്ടെന്ന് എനിക്കറിഞ്ഞ വാർത്തയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒന്നുറപ്പാണ്, രമേശ് ബിശ്വാസ് പറയുന്ന വീഡിയോ കണ്ടു, അദ്ദേഹം എടുത്ത് ചാടിയതിൽ തെറിച്ച് വീണതാണ്. അപ്പം നമ്മൾ ഷെയർ ചെയ്യുന്ന വാർത്തകൾക്ക് എത്രത്തോളം അതിൽ ട്രാൻസ്പെറൻസി ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആര്യന് യാതൊരു കുഴപ്പവുമില്ല. ആര്യൻ്റെ സുരക്ഷിതത്വത്തിനും അതുപോലെ ശരിയായ വാർത്ത പുറത്തു വരുന്നതിനും വേണ്ടി മാധ്യമങ്ങൾ ആര്യനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ നിന്ന് വിലക്കാണ്. എന്തു തന്നെയാണേലും ഈ 17-കാരന് അഭിനന്ദനം അർപ്പിക്കുന്നു. കാരണം ഇത്രയും വലിയൊരു കാര്യം ആ കുട്ടി അറിയാതെയാണ് ആ വീഡിയോ എടുത്തതെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് കാണുവാൻ നമുക്കിത് സഹായിച്ചു. നമ്മളുടെ നന്മ ഇങ്ങനെയൊക്കെ ദേശത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി എല്ലാം പ്രയോജനപ്പെടട്ടെ. എല്ലാവരിലും ഓരോ നന്മയുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട്. അതത് സമയങ്ങൾ അത് പുറത്തു വരുവാൻ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ രാജ്യത്ത് ഈ ഭൂമിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, കാലാവസ്ഥകളിലെല്ലാം എല്ലാവരും സേഫായിരിക്കട്ടെ, പകർച്ചവ്യാധികളൊന്നും വരാതെയും പടരാതെയും ദൈവം കാക്കട്ടെ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നും വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ബെൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് എനേബിൾ ചെയ്തിടുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.